ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഒന്നിന് ശേഷം 1 എന്ന സംഖ്യയ്ക്ക് ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യയ്ക്ക് ഗുഗോൾ എന്നാണ് പേര്. ഈ പേര് നൽകിയത് ആരാണ്? എഡ്വേർഡ് കാസ്നർ. നമ്മൾ 1 എന്ന് എഴുതി ഒരു പൂജ്യം എഴുതിയാൽ 10 എന്ന് വായിക്കുമല്ലോ. 1 കഴിഞ്ഞ് 2 പൂജ്യത്തിന് 100 എന്നും, 1 കഴിഞ്ഞ് 3 പൂജ്യത്തിന് 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി എന്നിങ്ങനെ എഴുതാറും വായിക്കാറുമുണ്ടല്ലോ. ഇവിടെ 1 എന്ന് എഴുതിയതിന് ശേഷം അതിന് ശേഷം 100 പൂജ്യങ്ങൾ എഴുതിയാൽ വരുന്ന സംഖ്യയ്ക്ക് ഗുഗോൾ എന്നാണ് പേര്. ഇത്തരത്തിൽ പേര് നൽകിയത് എഡ്വേർഡ് കാസ്നർ ആണ്. Mathematics is the science which uses easy words for hard ideas. എഡ്വേർഡ് കാസ്നർ എന്ന മഹാന്റെ വാക്കുകളാണിത്. Mathematics is the science which uses easy words for hard ideas. Next question. 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം? ഈ ഡിജിറ്റ്സ് മാത്രം ഉപയോഗിച്ച്, യൂസിങ് ദ ഡിജിറ്റ് 1, 2, 3, 4 and 5. How many 5-digit numbers can you make? എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും അക്കങ്ങൾ ആവർത്തിക്കാതെ? ഒരു സംഖ്യയിൽ തന്നെ 2 3 അക്കങ്ങൾ ഒരേപോലെ വരാൻ പാടില്ല. അങ്ങനെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നതാണ് ചോദ്യം. അതിനായി അഞ്ചക്ക സംഖ്യകളാണല്ലോ. നമ്മൾ 5 ബ്ലാങ്ക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 അക്കങ്ങളും ഉപയോഗിക്കാം. ആദ്യത്തെ സംഖ്യയായി ഏത് 5 അക്കങ്ങളിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തതിൽ 1 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ഇവിടെ 4 എണ്ണം ഉപയോഗിക്കാം. അടുത്ത ഭാഗത്ത് 3 എണ്ണം ഉപയോഗിക്കാം. ബാക്കി ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ. പിന്നെ 2 എണ്ണം, പിന്നെ 1. അപ്പോൾ ആകെ ഉണ്ടാക്കാവുന്ന അഞ്ചക്ക സംഖ്യകളുടെ എണ്ണം കാണാൻ 5 × 4 × 3 × 2 × 1. 5 4s are 20, 3 2s are 6, 20 × 6 120. 120 5-digit numbers ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്ലേസിൽ 5 എണ്ണം ഉപയോഗിക്കാം. അടുത്തതിൽ 4 എണ്ണം വരുത്താം. 3 എണ്ണം, 2, 1. അപ്പോൾ അഞ്ചക്ക സംഖ്യകളുടെ എണ്ണം 5 × 4 × 3 × 2 × 1. ഇത്തരത്തിൽ 6 അക്ക സംഖ്യകളാണെങ്കിലോ 6 അക്ക സംഖ്യകൾ എത്ര 6 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? 6-digit numbers എത്ര എണ്ണം ഉണ്ടാക്കാം ചോദിച്ചാൽ 6 × 5 × 4 × 3 × 2 × 1 എന്നതായിരിക്കും ഉത്തരം. നോക്കാം. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഖ്യ 6174 ആണ്. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഖ്യ ഏതാണ്? 6174 ആണ്. നമുക്ക് ഉദാഹരണമായി ഒരു 4 അക്ക സംഖ്യ എടുത്ത് നോക്കാം. 7641 മൈനസ് ഇതിലെ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ മൈനസ് ചെയ്യാം. നമുക്ക് 6174 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏതൊരു 4 അക്ക സംഖ്യ എടുക്കാം.
ആ 4 അക്ക സംഖ്യയിലെ അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ, ഏറ്റവും ചെറിയ സംഖ്യ തമ്മിൽ മൈനസ് ചെയ്യുക. അതിൻ്റെ വ്യത്യാസം കിട്ടും. വീണ്ടും അത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന വലിയ സംഖ്യ, ചെറിയ സംഖ്യ തിരിച്ചിട്ട് കിട്ടും. അങ്ങനെ 1 2 സ്റ്റെപ്പിൽ, ചില സംഖ്യകളിൽ, ചില കണക്കിൽ 2 3 സ്റ്റെപ്പിൽ എല്ലായ്പ്പോഴും ഒരു സ്ഥിര സംഖ്യയാണ് കിട്ടുന്നത്. 6 1 7 4 എന്ന സംഖ്യയാണ്. ഇതാണ് കാപ്രേക്കർ സംഖ്യ. 6174 is known as Kapraeker's constant, Kapraeker സ്ഥിരസംഖ്യ, after the Indian mathematician D.R. Kapraeker. This number is notable for the following rule. Take any 4-digit number, ഏതെങ്കിലും 4 അക്ക സംഖ്യ എടുക്കുക, using at least 2 different digits. Leading zeros are allowed. 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിജിറ്റുകളെങ്കിലും വേണം. Arrange the digit in descending order and then in ascending order to get 2 4-digit numbers. Adding the leading zeros if necessary. Subtract the smaller number from the bigger number and go back to step 2 and repeat. ഒരു 4 അക്ക സംഖ്യ എടുക്കുക, അത് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എഴുതുക, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ എഴുതുക, തമ്മിലുള്ള വ്യത്യാസം കാണുക. പല കണക്കിലും 1ാമത്തെ സ്റ്റെപ്പിൽ തന്നെ ഉത്തരം കിട്ടും. ഇനി അഥവാ അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും തുടർന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുകളിലൊന്നിൽ ഉത്തരം 6 1 7 4 മാറും. ഇതൊരു സ്ഥിരസംഖ്യയാണ്. ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ കാപ്രേക്കറാണ് ഈ സ്ഥിരസംഖ്യ കണ്ടുപിടിച്ചത്. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു, 6 1 7 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ ഗുണനഫലത്തിൻ്റെ അവസാനത്തിൽ എത്ര അക്കങ്ങൾ പൂജ്യമായിരിക്കും? 1 മുതൽ 25 വരെയുള്ള സംഖ്യകൾ ഗുണിച്ചാൽ നമ്മൾ 1 2 3 4 5 6 7 ഇങ്ങനെ 25 വരെ ഗുണിച്ചാൽ ഒരു ഉത്തരം കിട്ടുമല്ലോ, പ്രോഡക്റ്റ്. അതിൻ്റെ അവസാനത്തെ എത്ര അക്കങ്ങൾ പൂജ്യമായിരിക്കും എന്നതാണ് ചോദ്യം. നമുക്കറിയാം 2 സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് 0 ഉണ്ടാവാൻ ഒരു 2 ഒരു 5 എടുക്കണം, 2 × 5 വരണം. അപ്പോൾ 1 to 25 വരെ എടുക്കുമ്പോൾ 2 × 5 വരും. പിന്നെ 4 എടുക്കാം, 15 എടുക്കാം, 15 എടുക്കാലോ. അടുത്തത് 25. ഇതിൽ ഈ സംഖ്യകളൊക്കെ വരുമല്ലോ. ഇതിൽ 2 × 5 ചെയ്യുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ഒരു 0 കിട്ടും, 10 കിട്ടും. 4 2 × 2 ഉണ്ട്. അവിടെ 15 5 × 3 ഉണ്ട്. ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ ഒരു 10 കിട്ടും. അടുത്തത് 22 എന്നത് 2 × 11 ആണ്. 25 എന്നത് 5 × 5 ആണ്. 2 × 5 10 കിട്ടും. പിന്നെ ഇവിടുത്തെ 2 × 5 10 കിട്ടും. അപ്പം ആകെ എത്ര 10 ആയി? പിന്നെ ഇതിനിടയ്ക്ക് 10 ഉണ്ട്, 20 ഉണ്ട്. ആകെ 1 2 3 4 5 6 പൂജ്യങ്ങൾ, അവസാനത്തിൽ 6 പൂജ്യങ്ങൾ പൂജ്യമായിട്ട് വരും. 1 മുതൽ 25 വരെ എഴുതുമ്പോഴേ തമ്മിൽ എഴുതി ഗുണിച്ച് എത്ര പൂജ്യം വരും അതിൻ്റെ പ്രോഡക്റ്റിൽ എന്നതാണ് ചോദ്യം. 1 തൊട്ട് 25 വരെ എഴുതുമ്പോൾ ചില സംഖ്യകളെടുത്ത് ഗുണിച്ചാലാണ് പൂജ്യം കിട്ടുക. 2 5 ഇവയാണ് എടുത്ത് ഗുണിക്കേണ്ടത്. 4 5 എടുത്താലും അവിടെയും 2 5 ഉണ്ട്. 5 6 എടുത്ത് ഗുണിച്ചാലും അവിടെയും 2 ഉണ്ട്.
ഏതായാലും 2ഉം 5ഉം തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ 0 കിട്ടുള്ളൂ. ഇപ്പോൾ 2 × 5 10, 4 × 15 2 × 5 10, 22 × 15 25, 2 × 5 10, പിന്നെ 2 × 5 10, പിന്നെ 10 ഉണ്ട്, ഒരു 0 കൂടെ വരും, 20 ഉണ്ട്, ഒരു 0 കൂടെ വരും. ആകെ 6 പൂജ്യങ്ങൾ, ഏറ്റവും അവസാനത്തിൽ 6 പൂജ്യങ്ങൾ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു 4 അക്ക സംഖ്യയും അത് തിരിച്ചെഴുതിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. കിട്ടുന്ന അക്കത്തുക എത്ര? ഏത് 4 അക്ക സംഖ്യയോ ആയിക്കോട്ടെ, ഏത് സംഖ്യ വേണമെങ്കിലും ആകാം. ഉദാഹരണമായി നമുക്കിപ്പോൾ 7 2 3 1 എന്ന സംഖ്യ എടുക്കാം. അത് തിരിച്ചെഴുതാം. 1 3 2 7. ഇത് തമ്മിൽ കുറയ്ക്കുക. 9 6 5. ഒരു 4 അക്ക സംഖ്യ എഴുതുക, അത് തിരിച്ചെഴുതുക, അത് തമ്മിലുള്ള വ്യത്യാസം കാണുക, അത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. ഇനി അക്കങ്ങളുടെ തുക കാണുക. 5 + 9 + 0 + 4 = 14 4 18. അക്കത്തുക 1 + 8 9. ഏത് 4 അക്ക സംഖ്യയും എടുത്ത് പരിശോധിച്ച് നോക്കാം. ഏത് 4 അക്ക സംഖ്യയും എടുത്ത് പരിശോധിച്ച് നോക്കാം. 4 അക്ക സംഖ്യ എഴുതുക, അത് തിരിച്ചെഴുതുക, അത് തമ്മിലുള്ള വ്യത്യാസം കാണുക, ആ കിട്ടിയതിൻ്റെ അക്കങ്ങളുടെ തുക കാണുക. അക്കത്തുക 1 ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് ആക്കി മാറ്റണം. അക്കത്തുക 9 ആയിരിക്കും. അടുത്ത ചോദ്യം. സ്കൂൾ തലം മുതൽ ഗണിത പഠനത്തിന് ഏറെ സഹായകമായ സോഫ്റ്റ്വെയർ ഏതാണ്? ജിയോജിബ്ര. സ്കൂൾ തലം മുതൽ ഗണിത പഠനത്തിന് ഏറെ സഹായകമായ സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. ഇതുപയോഗിച്ച് നമുക്ക് ഗണിത പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനായി സാധിക്കും. It is supported by a community of like-minded people. മാർക്സ് ഹോവൻ വാർട്ടർ എന്ന മാത്തമാറ്റീഷ്യനാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. ജിയോജിബ്ര വരയ്ക്കുന്നതിനും കണക്കുകൾ ചെയ്യുന്നതിനും സഹായകമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. അടുത്ത ചോദ്യം. 1 കിലോഗ്രാം സ്വർണം എന്നാൽ എത്ര പവനാണ്? How many pounds are there in 1 kilogram of gold? ഒരു പവൻ 8 ഗ്രാമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്നാൽ 1000 ഗ്രാമാണ്. അതിൽ എത്ര പവനുണ്ട് നോക്കാൻ 1000/8. 1000 നമുക്ക് 8 കൊണ്ട് ഹരിക്കാം. 20 8 16 4 40 8 40. അപ്പോൾ 125 പവനാണ് 1 കിലോഗ്രാം സ്വർണം. അടുത്ത ചോദ്യം. വശങ്ങളുടെ എണ്ണവും കോണുകളുടെ എണ്ണവും വികരണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജമേത്? വശങ്ങളുടെ എണ്ണം, കോണുകളുടെ എണ്ണം, വികരണങ്ങളുടെ എണ്ണം. The polygon in which number of sides, number of angles and number of diagonals are same. It's a pentagon. പഞ്ചഭുജം, പെൻറ്റഗൺ. കോണുകൾ 5, ഡയഗണൽസ് 5. വശങ്ങൾ AB, BC, CD, DE, AE. ആംഗിൾസ്, ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C,
angle D, angle E. Diagonals. Diagonals AC, AD, EB, DB and C. അഞ്ചാണ്. 1, 2, 3, 4, 5. 5 ഡയഗണൽ. 5 വശം, 5 കോണ്, 5 വികരണം. 5 sides പെന്റഗൺ. ഭാസ്കരാചാര്യരുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം. ദ ഫേമസ് മാത്തമാറ്റീഷ്യൻ ഭാസ്കരാചാര്യർ. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഭാസ്കരാചാര്യൻ. ലീലാവതി. ഭാസ്കരാചാര്യരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ലീലാവതി. ലീലാവതിയെക്കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട്. ഭാസ്കരാചാര്യൻ്റെ മകളായിരുന്നു ലീലാവതി. സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു അവൾ. അവളുടെ ജാതകം പരിശോധിച്ച ഭാസ്കരാചാര്യൻ ഒരു കാര്യം മനസ്സിലാക്കി. ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സമയത്ത് കല്യാണം നടന്നില്ലെങ്കിൽ അവൾ അവിവാഹിതയായി കഴിയേണ്ടി വരും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അദ്ദേഹം മുൻകരുതലുകൾ എടുത്തു. മകളുടെ കല്യാണം നിശ്ചയിച്ചു. സമയം കൃത്യമായി അറിയുന്നതിന് അന്ന് യന്ത്രോപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്ലോക്ക്, ഘടികാരമൊന്നും ഉണ്ടായിരുന്നില്ല. ആചാര്യൻ തന്നെ അതിനുള്ള മാർഗം കണ്ടെത്തി. ഒരു കപ്പുണ്ടാക്കി, അതിനടിയിൽ ഒരു ദ്വാരം ഇട്ടു. അത് നിറയെ വെള്ളമുള്ള ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചു. കപ്പിൻ്റെ ദ്വാരത്തിൽ കൂടി വെള്ളം കയറി അത് പാത്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോകുന്ന നിമിഷമാണ് വിവാഹ മുഹൂർത്തം. ഈ സംവിധാനം ഒരുക്കിയതിന് ശേഷം ആ പിതാവ് മറ്റു കർമ്മങ്ങളിൽ മുഴുകി. ജിജ്ഞാസുവായ ലീലാവതി അച്ഛൻ അടുത്തില്ലാത്തപ്പോൾ ആ പാത്രത്തിനടുത്ത് പോയി കപ്പ് നിറയാൻ ഇനി എത്ര സമയമെടുക്കുമെന്നറിയാൻ അതിലേക്ക് കുനിഞ്ഞു നോക്കി. അപ്പോൾ അവളുടെ മൂക്കുത്തിയിൽ നിന്ന് ചെറിയൊരു മുത്തടർന്ന് കപ്പിലേക്ക് വീഴുകയും അതിൻ്റെ ദ്വാരം അടയുകയും ചെയ്തു. അക്കാര്യം ലീലാവതി അറിഞ്ഞില്ല. കപ്പ് നിറഞ്ഞില്ല, മുങ്ങിയില്ല. വിവാഹ മുഹൂർത്തം അങ്ങനെ ആരും അറിയാതെ കടന്നുപോയി. വിവാഹം മുടങ്ങി. ദുഃഖിതയായ ലീലാവതിയെ ആശ്വസിപ്പിക്കാൻ ഭാസ്കരാചാര്യൻ കണ്ടെത്തിയ മാർഗം ബുദ്ധിമതിയായ മകളുമായി ഗണിതപ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. അച്ഛൻ ഉന്നയിക്കുന്ന ഗണിതപ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിൽ ബുദ്ധി വ്യാപരിപ്പിച്ച് ലീലാവതി പതുക്കെ പതുക്കെ ദുഃഖം മറന്നു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ പരപ്പളവ് കൂടുതൽ ഏതിനാണ്? ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ പരപ്പളവ് കൂടുതൽ. The perimeters of rectangles are same. Then which one have more area? ഒരേ ചുറ്റളവുള്ള പെരിമീറ്റർ സെയിം ആയിട്ടുള്ള കുറേ റെക്റ്റാങ്കിൾസ് എടുത്താൽ അതിൽ ഏരിയ കൂടുതൽ ഏതിനാണെന്നാണ് ചോദ്യം. സ്ക്വയർ എന്നതാണ് ഉത്തരം. USS നവോദയ ക്ലാസ്സുകൾക്ക് ഏറ്റവും പ്രയോജനമായ കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത്. USS പരീക്ഷാ പരിശീലനത്തിന് താല്പര്യമുള്ളവർ 9446487743 9497645358 എന്നീ നമ്പറുകളിലേക്കോ വിളിക്കുക. ഓക്കെ, താങ്ക് യു.